കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് എം രാകേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. നാളെ അത്തം എത്താൻ പോവുകയാണ്. എന്തായാലും വിപണി ഉണരും. അതിൽ പൂവിപണി തന്നെയാണ് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം. നാളെ മുതൽ അങ്ങോട്ട് അത്തപ്പൂക്കളത്തിൻ്റെ ഇനി ഒരുപാട് അത്തപ്പൂക്കള മത്സരങ്ങൾ വരും. അത്തപ്പൂക്കളം ഇട്ടു തുടങ്ങും. അപ്പോൾ ഓണം വിപണി എങ്ങനെയുണ്ട് പൂവിൻ്റെ കാര്യത്തിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പാളയത്താണ്. പാളയമാണ് പ്രധാനമായും ഒരു പൂവിപണി എന്ന് പറയുന്നത്. പൂവിപണി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ വാഹനങ്ങളിലായി പൂക്കൾ പാളയത്ത് എത്തിയിട്ടുണ്ട്. വാടാർമല്ലി, ഒപ്പം തന്നെ മഞ്ഞച്ചട്ടി, ഒപ്പം തന്നെ ചുവപ്പ് ചെട്ടി, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പൂക്കൾ ഇന്നലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വിപണിയിലെ വില നിലവാരമൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് പാളയത്ത് റീറ്റെയിൽ കച്ചവടം നടക്കുകയാണ്. റീറ്റെയിൽ കച്ചവടം നടത്തുന്ന ചേട്ടൻ്റെ അടുത്താണ് നമ്മളത്. ചേട്ടാ, എങ്ങനെയുണ്ട് പൂവിപണി? പൂവിപണി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇന്നോട്ട് ഷാർട്ടിങ്ങാണ്. 5-ാം തീയതി തൊട്ടാണ്, 6-ാം തീയതിയാണ് അത്തം. അപ്പോൾ എല്ലാ കൊല്ലം ചെയ്യുന്ന പോലെ തന്നെ ഉഷാറാകട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക്. എല്ലാ കൊല്ലം ചെയ്യുന്നതല്ല, ഓണം നമുക്ക് ഒരു വലിയൊരു ഇതാണല്ലോ. വിലയുണ്ടോ? വില കൂടുതലുണ്ടോ? വില ഇപ്പോൾ അങ്ങനെ വലിയ വില കൂടിയിട്ടൊന്നുമില്ല. ഒരുവിധം നോർമലാണ്, കുഴപ്പമില്ല. ഇപ്പോൾ ഈ വയനാട്ടിലൊക്കെ ഇങ്ങനെ സംഭവിച്ചതിനെ കൊണ്ട് വലിയ പരിപാടിയൊന്നുമില്ല. അതിനെ കൊണ്ടിട്ടാണിത്. വില ഇനി വരും ദിവസങ്ങളിലായിരിക്കും ഇതിൻ്റെ ഒരു മാറ്റം. വെള്ളമൊക്കെ കൂടുമ്പോൾ അവിടെ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിനായിട്ടുള്ള ഡിമാൻഡ് കൂടുന്നതല്ലാതെ കുറയില്ല, കൂടും. ഇവിടെ നിന്നൊക്കെയാണ് കാര്യമായിട്ട് വരുന്നത്? ഗുണ്ടൽപേട്ട്, ബാംഗ്ലൂർ, ഗുണ്ടൽപേട്ട, പിന്നെ മൈസൂർ, ആന്ധ്ര, അവിടെ നിന്നൊക്കെ പോകും. എല്ലാ സ്ഥലത്തു നിന്നും വരുന്നത്. പല സ്ഥലത്തു നിന്നാണ് പൂക്കൾ വരുന്നത്. അതായത് ഇപ്പോൾ വാട്ടർമല്ലി വരുന്നത് ഗുണ്ടൽപേട്ട അല്ല, ദിണ്ടുക്കല്ല്. പിന്നെ മറ്റേ ഇതൊക്കെ മൈസൂർ, ഗുണ്ടൽപേട്ട, ചെട്ടിയും മഞ്ഞയും. പിന്നെ കളറൊക്കെ വരുന്നത് ബാംഗ്ലൂർ. ഇപ്പോൾ റോസ് വെറൈറ്റി പൂക്കൾ ഏതാണ് ഇപ്പം വന്നിട്ടുള്ളത്? വെള്ള ജമന്തി, പിന്നെ ഈ ഡാലിയ, അങ്ങനെയുള്ള പൂക്കളാണ്. ബ്ലൂ, അങ്ങനെയുള്ള പൂക്കളൊക്കെയാണ്. അപ്പോൾ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ അരളി ഇപ്പം നമ്മൾ ഒരു വിവാദ നായകൻ കൂടെയാണല്ലോ. അരളി കുറവാണ്, എന്താണ്? അതുകൊണ്ടായിരിക്കുമോ? അത് തന്നെ, അതിൻ്റെ ഒരു ഇതുണ്ട്, ക്ഷീണമുണ്ട്. പിന്നെ ഒരു കളറിൽ മണ്ണിലിടുന്ന പൂവല്ല, അതിനെക്കൊണ്ട് പേടിക്കണ്ടല്ലോ, എടുത്ത് കളയാം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ്. പിന്നെ തറയിലിട്ട് കഴിയുന്ന അത്തമല്ല, ഒരു ദിവസം 10 ദിവസം അത്തപ്പൂ ഇടുന്ന താഴെ മണ്ണിലിടുന്നതിനെ കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു വിശ്വാസമാണല്ലോ നമുക്കെല്ലാം. അതെ. ഏതായാലും അരുൺ, പൂവിപണി ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. പൂക്കളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞു. അരളി നമ്മൾ പറഞ്ഞ പോലെ ഒരു വില്ലനാണ്, എങ്കിൽ പോലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം രാകേഷാണ് ചേർന്നത്. കോഴിക്കോട് പാളയത്തിൽ നിന്നും പൂവിപണി ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. നാളെ അത്തച്ചമയമാണ്. ഒരു പ്രേക്ഷകൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നാളത്തെ അത്തച്ചമയത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടാകുമോ? എന്താ സംശയം? നമ്മൾ ഗംഭീരമാക്കില്ലേ? ഓണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം അതേ വൈബിൽ നമ്മൾ എത്തിക്കും. ഈ ഓണാഘോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ ദൃശ്യവിരുന്ന് എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലോ. പ്രത്യേകിച്ച് തവണ ഓണം വാരാഘോഷമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സാധ്യമായ എല്ലാ ആഘോഷങ്ങളും തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അത്തച്ചമയത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളും തൃപ്പൂണിത്തുറയിൽ നിന്ന് രാവിലെ മുതൽ പ്രേക്ഷകർക്ക് ലഭ്യമാവും. നമ്മളുടെ മോർണിംഗ് ഷോയിൽ തന്നെ പ്രേക്ഷകർക്ക് വാർത്തകളൊക്കെ കാഴ്ചയും തത്സമയം എത്തും. അപ്പോൾ അത്തം കൊള്ളാൻ തയ്യാറായിരുന്നുള്ളൂ. അത്തമെത്തിയാൽ 10-ന് പൊന്നോണമാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ, 10-11 ദിവസം മാത്രമേ ഉള്ളൂ. ഓണത്തിൻ്റെ മാർക്കറ്റ് ഉണർന്നു, ഓണവിപണി ഉണർന്നു, ഓണത്തിൻ്റെ പൂവിപണി ഉണർന്നു, സിവിൽ സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു, ഓണച്ചന്തകൾ വരാൻ പോകുന്നു, ഓണം ഫെയറുകൾ തുടങ്ങാൻ പോകുന്നു. മൊത്തം അടിപൊളി ഓണ വൈബിലേക്ക് നാട് നീങ്ങുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ.